ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടാലോ? അപ്പം ഇന്ന് ചേച്ചി ഞാനും കൂടിയിട്ട് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. എൻ്റെ വീട്ടിലേക്ക് കൊപ്പത്താണ് ഞങ്ങളെ വീട്. അപ്പം ഞങ്ങൾ കുട്ടികളെയും കൂടിയിട്ട് സ്കൂൾ തുറക്കാറായില്ലേ, അപ്പോൾ വീട്ടിലേക്കൊന്ന് പോയിട്ട് വരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പോവുകയാണ്. ബസ്സിനാണ് പോകുന്നത്. അപ്പം ഞാൻ പിന്നെ അവിടുന്ന് വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നത്തെ വീടിൻ്റെ റോഡ് സൈഡ് എത്തിയിട്ട് ഞങ്ങൾ മേലേക്ക് കുറേ നടക്കാനുണ്ട്. ഒരു കുന്നിൻ്റെ മുകളിലാണ് കേട്ടോ വീട്. അങ്ങനെ ഒരു കാട്ടുമുക്കിലാണ് കേട്ടോ എൻ്റെ വീട്. ആകെ കാടാണ്. വീടുകളൊക്കെ ഇപ്പോൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ കല്യാണം കഴിയുന്ന സമയത്തൊന്നും ഇവിടെ വീടുകളേ ഇല്ല കേട്ടോ. ആകെ 2 വീടേ ഉണ്ടായിരുന്നുള്ളൂ. ആ മുകളിൽ ഞങ്ങളെ വീട് നിൽക്കുന്ന ആ വീട്ടിൽ ഈ വീടും പിന്നെ ഞങ്ങളെ വീടും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നൊക്കെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഒരുപാട് വീടുകൾ വന്നിട്ടുണ്ട്. എന്നാലും അത്യാവശ്യം കാടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ വീട്ടിലേക്ക് പോകണ വഴിയാണ്. അങ്ങനെ വീട്ടിലെത്തി. അനിയത്തി ഉണ്ട് വീട്ടിൽ. അപ്പോൾ അവൾ വാതിൽ തുറക്കണതും കാത്തിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അവൾ അറിഞ്ഞിട്ടില്ല ഞാൻ വീഡിയോ എടുക്കുകയാണെന്നുള്ളത്. വീഡിയോ എടുത്തേക്കാകതായി. അപ്പോൾ പിന്നെ ഞാൻ വേഗം വീഡിയോ ഓഫ് ചെയ്തു കേട്ടോ. അതാ ഞങ്ങളെ വീടിൻ്റെ അകമാണിത് കേട്ടോ. മുഴുവനായിട്ടും വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ രാത്രി നല്ല മഴയായിരുന്നു. അപ്പം മിത്തു ഇതാ ഒരു കസേര ഇട്ടിട്ട് പുറത്ത് പോയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. മഴ നല്ല ആസ്വദിച്ച് കാണുകയാണ്. പുറത്ത് ഒരു ഡാർപ്പായ കെട്ടിയിട്ടിറക്കട്ടെ, അല്ലെങ്കിൽ വെള്ളമൊക്കെ ഇങ്ങനെ അകത്തേക്ക് വരും. അപ്പോൾ അത് കാരണം ഡാർപ്പായ കെട്ടിയിട്ടിറക്കണം. അപ്പോഴേക്കും അച്ഛൻ പണി മാറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾ പോയി നിൽക്കുകയാണ്. അച്ഛൻ എന്താ കഴിക്കാൻ കൊടുന്നെന്ന് വെച്ചിട്ട് പോയി നിൽക്കണം കേട്ടോ. എല്ലാവരും കവറ് തിരയുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ചെറുതും വന്നിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. അച്ചച്ചാന്ന് വിളിച്ചിട്ട് എന്തോ കയ്യൊക്കെ കാണിച്ചിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ചിപ്സാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം ഞാനത് പൊടിച്ച് കൊടുക്കുകയാണ്. പിന്നെ ഈ വഴി ഉണ്ടല്ലോ, ഇത് ഞങ്ങൾ സ്കൂളിൽ പോയിരുന്ന ഒരു വഴിയാണ് കേട്ടോ. പിന്നെ ഇവിടെയൊക്കെ നോക്ക്, നല്ല കാട് പിടിച്ചിട്ടാണ് കിടക്കണത്. ഈ കുന്നുമ്മലൊക്കെ കയറിയിട്ടാണ് ഞങ്ങൾ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നത്. ഞാനും എൻ്റെ കുട്ടിയച്ഛൻ്റെ മക്കളും എല്ലാവരും കൂടിയിട്ട് നല്ല രസമായിരുന്നു കേട്ടോ. അന്നൊക്കെ ഇങ്ങനെ അധ്യയനമൊക്കെ സ്കൂളിൽ പോകാമെന്ന് പറയുമ്പോൾ പക്ഷെ പേടി ഉണ്ടാവും. ഇപ്പം ഇത് റോഡാക്കി മാറ്റിയിട്ടുണ്ട്. ഞങ്ങൾ പോണ സമയത്ത് ഇതൊരു ഇടവഴിയായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോ നാളത്തേൽ കാണാം കേട്ടോ.